കർക്കിടകവും ആയുർവേദവും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ഭരതൻ, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആയുർവേദ ആശുപത്രി, സുൽത്താൻ ബത്തേരി. മഴക്കാലത്തെ ദഹന പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. തളിർത്തു നിൽക്കുന്ന പുൽമേടുകൾ, മേഘാവൃതമായ ആകാശം, തണുത്ത അന്തരീക്ഷം, ഇതാണ് മഴക്കാലം. ഇത്രമേൽ മനോഹരമായ ഋതു വേറെയില്ല. അന്തരീക്ഷത്തിലെ കുളിർമ ശരീരത്തിലും മനസ്സിലും പ്രതിഫലിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മഴക്കാലം രോഗങ്ങളുടെ കാലം കൂടിയാണ്. സാംക്രമികവും അല്ലാത്തതുമായ ഒട്ടേറെ രോഗങ്ങൾ പിടിപെടുന്ന കാലം. ചുട്ടുപൊള്ളുന്ന വേനൽ കഴിഞ്ഞാണ് മഴക്കാലം വരുന്നത്. വേനൽക്കാലത്ത് ശരീരത്തിൽ കോപിക്കാൻ തയ്യാറായിരിക്കുന്ന വാദം മഴക്കാലം വന്നെത്തുന്നതോടെ അന്തരീക്ഷത്തിലെ ജലകണങ്ങളോടുകൂടി വീശുന്ന കാറ്റേറ്റ് കോപിക്കുന്നു. ചുട്ടുപഴുത്ത ഭൂമിയിൽ പെട്ടെന്ന് ജലം വീഴുമ്പോൾ അവിടെ അമ്ലപാകം സംഭവിക്കുന്നു. തൽഫലമായി പിത്തം കോപിക്കുന്നു. ഇതോടൊപ്പം തന്നെ മഴക്കാലത്ത് ജലാശയങ്ങൾ എല്ലാം തന്നെ മലിനമാകുന്നു. ആയുധിന്റെ ഉപയോഗ നിമിത്തം കഫവും വർദ്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മഴക്കാലത്ത് വാദം, പിത്തം, കഫം ഇവ മൂന്നും കോപിക്കുന്നു. ത്രിദോഷകോപം അഗ്നിയെ, അതായത് ദഹനശക്തിയെ മന്ദീഭവിപ്പിക്കുന്നു. തുടർന്ന് പ്രതിരോധ ശക്തി കുറയുകയും രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ദഹനശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ രോഗങ്ങളുടെയും മൂലകാരണം മന്ദിച്ചിരിക്കുന്ന അഗ്നിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അഗ്നിയെ ശരിയാക്കലാണ് ചികിത്സ. മഴക്കാലത്ത് ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ദോഷത്തെ പഞ്ചകർമ്മം ചെയ്ത് ശുദ്ധി വരുത്തി അഗ്നിയെ ത്വരിതപ്പെടുത്തുന്ന ആഹാരവും ചിട്ടയായ ചര്യകളും ശ്രദ്ധിച്ചാൽ മഴക്കാലത്തെ രോഗങ്ങൾ തടയാൻ സാധിക്കും. ഇതിനായി നമുക്ക് അനുവർത്തിക്കാവുന്ന ആഹാര രീതികളെപ്പറ്റി താഴെ പറയുന്നു. എളുപ്പം ദഹിക്കുന്നതും ലഘുവായ ആഹാരങ്ങളുമാണ് ഏറ്റവും ഉചിതം. ഗോതമ്പ്, ചെറുപയർ, തവിട് കളയാത്ത അരി, വഴുതനങ്ങ, വാഴക്കൂമ്പ്, പാവയ്ക്ക, നെല്ലിക്ക, കോവയ്ക്ക, കോഴിയിറച്ചി, ചെറിയ മാംസങ്ങൾ, ആട്ടിറച്ചി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പച്ചക്കറികൾ ചേർത്ത സൂപ്പുകളും മാംസ സൂപ്പുകളും അനുയോജ്യമാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ ചുക്ക്, മല്ലി, ജീരകം എന്നിവ ചേർക്കാവുന്നതാണ്. മലരിട്ട് വെന്ത വെള്ളം ഛർദിയെയും മുത്തങ്ങയും വെളുത്തുള്ളിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം നിർജ്ജലീകരണത്തെയും തടയുന്നു. തൈരിന്റെ തെളിയിൽ പഞ്ചകോലപ്പൊടി അല്ലെങ്കിൽ തുവർച്ചില ഉപ്പ് ചേർത്ത് കുടിക്കാവുന്നതാണ്. കഞ്ഞിയിൽ അഷ്ടചൂർണം ചേർത്ത് കഴിക്കുന്നതും ഉത്തമം. അരിഷ്ടം, ആസവം എന്നിവ മഴക്കാലത്ത് ശീലിക്കുന്നത് പഥ്യമാണ്. അവ ദഹനശക്തിയെ ത്വരിതപ്പെടുത്തുന്നു. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഔഷധ കഞ്ഞി ഫലപ്രദമാണ്. ഇന്ന് അനവധി ഔഷധ കിറ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും നമ്മുടെ മുറ്റത്തും പറമ്പിലും കാണപ്പെടുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് ഏറ്റവും ഗുണകരം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കർക്കിടകവും ആയുർവേദവും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.